أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يرثني ويرث من آل يعقوب واجعله ربي رضيا. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ എടത്തനാട്ടുകര ദാറുൽ ഖുർആനിൻ്റെ വാർഷിക മഹാസമ്മേളനത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും കേൾക്കുവാൻ വേണ്ടി വരിക എന്നതിലുപരി നമ്മളെല്ലാവരും ഹൃദയത്തോട് ചേർത്ത് വെച്ച ഈ മഹാസ്ഥാപനത്തിൻ്റെ മുറ്റത്ത് ഒരാഘോഷമായി, ഒരു സന്തോഷമായി ഒരുമിച്ച് കൂടുക എന്നതാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ എത്തിച്ചേർന്നതിൻ്റെ പിന്നിലുള്ള ആവേശം. തീർച്ചയായും നല്ല ധാരാളം പ്രഭാഷണങ്ങൾ ഇനി തുടർച്ചയായി ഇവിടെ വരാനുണ്ട്. എങ്കിലും ചില കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ഈ ഒരു ചുരുങ്ങിയ സന്ദർഭത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. വല്ലാതെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വേർപിരിയാൻ ഭയങ്കര മനപ്രയാസമായിരിക്കും. അത് മനുഷ്യൻ്റെ ജീവിതത്തിലുള്ളൊരു സംഗതിയാണ്. നമ്മൾ ഇഷ്ടപ്പെട്ടൊരു കാര്യത്തെ ഉപേക്ഷിക്കേണ്ടി വരുമ്പോൾ വല്ലാത്തൊരു വിരഹവേദന, വേർപാടിൻ്റെ വേദന നമുക്കുണ്ടാകും. ഒരുപക്ഷെ മരണം പോലും മനുഷ്യന് ഏറ്റവും ഭയാനകമാകാനുള്ള കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട ജീവിതത്തെ ഉപേക്ഷിച്ചു പോകുന്നു എന്നതാണ്. മരണം പോലും വേദനാജനകമാകുവാനുള്ള യഥാർത്ഥ കാരണം. ചിലപ്പോഴൊക്കെ ചില വിരഹങ്ങളെ, ചില വേർപാടുകളെ എങ്ങനെ സഹിക്കും എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. ഈ അടുത്തിടെ ഒരുപക്ഷെ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടായിരിക്കും, ഒരാൾ വിവാഹം കഴിഞ്ഞിട്ട് അയാൾക്ക് 10 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു കുഞ്ഞുണ്ടാവുന്നത്. അപ്പോൾ ആ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അയാൾ ഗൾഫിലാണ്. അപ്പോൾ ആ കുട്ടിക്ക് ഏകദേശം 2 വയസ്സായിട്ടാണ് അയാൾ ആ കുട്ടിയെ ഒന്ന് കാണാൻ വേണ്ടി നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ നാട്ടിലേക്ക് വന്ന് എയർപോർട്ടിൽ ഇറങ്ങി അയാൾക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെ കുട്ടീനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി എയർപോർട്ടിൽ നിന്ന് കൂട്ടാൻ വന്ന ആളുകൾ കുട്ടിയുമായിട്ടാണ് വന്നിരുന്നത്. പക്ഷെ വഴിയിൽ ആകസ്മികമായി ഉണ്ടായ ഒരു അപകടത്തിൽ ആ കുട്ടി മരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എയർപോർട്ടിൽ ഇറങ്ങി ആ കുട്ടി, മരിച്ച കുട്ടിയെയാണ് ആശുപത്രിയിൽ പോയിട്ട് പിന്നെ അദ്ദേഹം കാണുന്നത്. അപ്പോൾ ആര് മരിച്ചാലും, കുട്ടികൾ മരിച്ചാൽ നമുക്കൊക്കെ ദുഃഖം ഉണ്ടാവും. പക്ഷെ ആ കുട്ടി മരിച്ചപ്പോൾ അയാൾക്കുണ്ടായൊരു ദുഃഖം ഒന്ന് മനസ്സിൽ വിചാരിച്ചു നോക്കും നിങ്ങൾ. നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അത്രമാത്രം നമുക്കതിനെ വേർപ്പെടാൻ പ്രയാസമായിരിക്കും എന്നുള്ളതാണ്. ഞാനിത് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, നമുക്കെല്ലാവർക്കും, മനുഷ്യൻ എന്നുള്ള നിലക്ക് നമുക്കെല്ലാവർക്കും ദുനിയാവിനോടൊരു ഭയങ്കര സ്നേഹമാണ്. മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തോടുള്ള സ്നേഹം എത്രമാത്രമാണ് എന്ന് ചോദിച്ചാൽ അതിന് അളവുകോലുകളില്ല, മാനദണ്ഡങ്ങളില്ല. അത്രമാത്രം ഇഷ്ടമാണ് മനുഷ്യന് തൻ്റെ ദുനിയാവിനോട്. അത്ര ഇഷ്ടമുണ്ടായാലുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് മരിക്കാൻ കഴിയൂല. ചില ആളുകൾ ഈ മരണം വരുമ്പോൾ ദേഷ്യം പിടിക്കുന്ന ആൾക്കാരുണ്ട്. ഭയങ്കര മാരകമായ രോഗങ്ങളൊക്കെ വന്നിട്ട് മരിക്കുമെന്ന് തോന്നുമ്പോൾ അവരെന്ത് ചെയ്യും? ആകെ ദേഷ്യപ്പെടും. എല്ലാറ്റിനോടും ഭയങ്കരമായ ദേഷ്യവും പ്രതിഷേധവുമായിരിക്കും. എത്രമാത്രം വെച്ചാൽ നമ്മളൊക്കെ ഇപ്പോൾ മരിക്കുമ്പോൾ എൻ്റെ ഒരു കുട്ടിനെ കാണണം, അല്ലെങ്കിൽ ഒരു പേരക്കുട്ടിനെ കാണണം എന്നൊക്കെ പറയാം. ഇങ്ങനത്തെ ആളുകൾ എന്താ പറയാ അറിയോ നിങ്ങൾ? എനിക്ക് കാണണ്ട, എൻ്റെ മുന്നിൽ കൊണ്ടുവരണ്ട അറിയും. എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ അവർക്ക് പ്രതിഷേധമാണ്. ഇതൊക്കെ ഇട്ടെറിഞ്ഞു പോകുന്നതിൻ്റെ അതിശക്തമായ പ്രതിഷേധം. അപ്പോൾ വല്ലാതെ ദുനിയാവിനെ സ്നേഹിച്ച്, അതുകൊണ്ടാണ് ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ദുനിയാവിനെ സ്നേഹിക്കണതിന് പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ അങ്ങനെയല്ലേ പ്രാർത്ഥിക്കൽ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഒരു വിശ്വാസിയാന്ന് വിചാരിച്ചിട്ട് പരലോകത്തേക്ക് മാത്രം ഹസനത്ത് മതി എന്നല്ല, ദുനിയാവിൽ വേണമെന്നാണ്. നല്ല വീടും നല്ല സൗകര്യങ്ങളും നല്ല ഭക്ഷണവും, അതിനൊന്നും ഒരു പ്രശ്നമില്ല. അങ്ങനെ തന്നെയാണ് കഴിക്കേണ്ടത് എന്നാണ്. നിങ്ങൾക്കറിയാം, അൽ കഹ്ഫിൽ കാണാൻ പറ്റും, ആ 300 ചില്ലാനം കൊല്ലം ഉറങ്ങിയിട്ട് അവരെഴുന്നേറ്റും വരുമ്പോൾ അവർ ചോദിക്കുന്നത് അയ്യുഹും അസ്കാ ത്വആമൻ എന്നാണ്.
ആരാ? നല്ല കുറച്ച് ഭക്ഷണം കൊണ്ടുവരാന്ന്. ഭക്ഷണമല്ല, അസ്കാ ത്വആമൻ. അതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, തിന്നുമ്പോൾ നല്ലത് തിന്നോളിന്ന്. നല്ലത് ഉണ്ടാക്കി തിന്നോളിന്നാണ്. 300 കൊല്ലം ഭക്ഷണം കഴിക്കാതെ കിടന്ന ആളുകൾക്ക് എന്തേലും കിട്ടിയാൽ പോരെ? എന്തേലും കിട്ടിയാൽ പോരാ, നല്ലത് കഴിക്കണം എന്നാണ്. അതിനൊന്നും ഇസ്ലാമിൽ ഒരു എതിർപ്പുമില്ല. പക്ഷെ എങ്കിലും എന്താ വെച്ചാൽ നമ്മൾ കുറച്ചൊരു അകലത്തിൽ, ദുനിയാവിൻ്റെ കാര്യത്തിൽ ചെറിയ അകലത്തിൽ നിൽക്കാത്ത ഒരുത്തന് തൻ്റെ ദീനിനോട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? നിങ്ങൾ ഒരാഭിമുഖ്യം പുലർത്താൻ ഒരിക്കലും പറ്റൂല. ദുനിയാവിനോട് ഭയങ്കരമായ ഇഷ്ടം ഉണ്ടാവുമ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, കുറേ ദുനിയാവിൻ്റെ ഉദാഹരണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കമാ ഇൻ അൻസൽനാഹു മിനസ് സമാ. ദുനിയാവിലെ ജീവൻ എന്ന് പറഞ്ഞാൽ ഒരു മഴ പെയ്ത പോലെ. എത്ര മനോഹരമായ ഉദാഹരണമാണ് അത്. നോക്ക് നിങ്ങൾ, ഒരു മരം അത് ഏറ്റവും നന്നായി കായ്ച്ച് പുഷ്പിച്ച് നിൽക്കുമ്പോൾ അത് നോക്കാത്ത ആൾക്കാരുണ്ടാവും. നമുക്ക് നോക്കാത്ത ആൾക്കാരുണ്ടാവും. നമ്മളൊക്കെ ഈ റോഡിലൂടെ പോകുമ്പോൾ നല്ല മാങ്ങ വിളഞ്ഞു നിൽക്കുന്ന നല്ല മാവുകൾ കാണും. അതൊക്കെ അങ്ങനെ ആ മഞ്ഞ നിറത്തിൽ നിൽക്കുമ്പോൾ ആരാ നോക്കാതിരിക്കുക? ആ പച്ച കൊമ്പുകളെ ആരാ കാണാതിരിക്കുക? ഒരു നിറഞ്ഞ സമൃദ്ധമായ തോട്ടം മനുഷ്യന് എന്ത് സന്തോഷം നൽകും? ഫഖ്തലത ബിഹി നബാത്തുൽ അർദ്. എന്നിട്ട് അള്ളാഹ് പറയുന്നത് എന്താ അറിയോ? ആ ചെടി അങ്ങനെ നിൽക്കുമോ? ആ പഴങ്ങൾ അങ്ങനെ നിൽക്കുമോ? ആ പച്ചിലകൾ എന്നും അങ്ങനെ ഉണ്ടാകുമോ? ഫഅസ്ബഹ ഹശീമൻ തദ്റൂഹു റിയാഹ്. ആ മരത്തിനൊരു ഗതി വരാനുണ്ട്. എന്താണ് ആ ഗതി എന്നറിയുമോ? അത് ഉണങ്ങും, വൈക്കോലാകും. എന്നിട്ട് ആ മരത്തിലുള്ള വസ്തുക്കൾ എന്ത് ചെയ്യുന്നറിയങ്ങൾ? അതിങ്ങനെ കാറ്റത്ത് ധൂളികളായി പാറിപ്പറക്കും. അല്ല ജീവിതത്തെ എൻഡിങ്ങളി ഹയാത്തിനെ കുറിച്ച് പറയുന്ന ഉദാഹരണമാണിത്. നമ്മളാ യുവത്വം ചെറുപ്പക്കാലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എന്താ, നമ്മളെ കാണുന്ന ആളുകൾ അസൂയപ്പെട്ട് നോക്കും. പക്ഷേ വടികുത്തി നടക്കേണ്ടി വരുന്ന, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത, ഒരു അധിപതെന്നാൽ സ്വീകരിക്കാൻ എഴുന്നേറ്റ് ചെല്ലാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറും. അങ്ങനത്തെ ഒരവസ്ഥ ജീവിതത്തിൽ വരും എന്നതിനെക്കുറിച്ച് എന്തിനാ പറഞ്ഞിരുന്ന നിങ്ങൾ? ദുനിയാവിനെ അങ്ങനെ കണ്ടാ മതി, വല്ലാതെ അതും എന്ത് ചെയ്യണ്ട, പിടിച്ച് തൂങ്ങി നിൽക്കേണ്ട എന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. യഥാർത്ഥത്തിൽ ഞാനിത് പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ ജീവിതത്തോട് കാണിക്കുന്ന ആർത്തിയും താല്പര്യവും ഇഷ്ടവും അതിൻ്റെയൊക്കെ ചെറിയൊരു ശതമാനം നമ്മൾ പരലോകത്തോട് കാണിക്കണം, ദീനിനോട് കാണിക്കണം എന്ന് ഓർമ്മപ്പെടുത്താനാണ്. ഖദ് അഫ്ലഹ മൻ തസക്ക വദകറ സ്മ റബ്ബിഹി ഫസല്ല ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. ഇഹലോകത്തെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത്, പക്ഷെ പരലോകമാണ് അവർക്ക് എന്നും അവശേഷിക്കുന്നത്. പരലോകമാണ് എന്നൊക്കെ ഖുർആൻ പല സ്ഥലങ്ങളിൽ പല രൂപത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഇതായിരുന്നു സത്യത്തിൽ പ്രവാചകന്മാരുടെ മനസ്സ്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ നമ്മളൊരാൾ മരിക്കാറിയുമ്പോൾ നമുക്ക് എന്താ ബേജാറ്? മരിക്കാന്ന് പറയുമ്പോൾ ഭൗതികമായി ചിന്തിക്കുന്ന ആളുകൾക്ക് എന്താ ബേജാറ്? നമ്മൾ ചിലപ്പോൾ ചില ആളുകളെയൊക്കെ രോഗ സന്ദർഭത്തിൽ സമാശ്വസിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുമ്പോൾ അവർ പറയും, എനിക്കങ്ങനത്തെ ഒരു ബേജാറൊന്നുമില്ല. എന്താ ബേജാറില്ലാത്ത? എൻ്റെ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞു, അവരൊക്കെ കെട്ടിച്ച് പറഞ്ഞയച്ചു. എൻ്റെ ആൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ചു. ഇനിയിപ്പോൾ എന്താ? ഞാനിപ്പോൾ എൻ്റെ പെൻഷനും കൊണ്ട് ഇങ്ങനെ സമാധാനത്തോടു കൂടെ ജീവിച്ചു പോവുകയാണ്, എനിക്കിപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുന്നിലുള്ള കാര്യം എന്താണ്? ദുനിയാവിൽ ഇഹലോകത്ത് അവൻ്റെ കാര്യങ്ങൾ നിർവഹിച്ച് കഴിഞ്ഞോ എന്നതാണ് മരിക്കാനുള്ള ആളുകളുടെ തടസ്സം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് പൂർത്തിയാക്കാൻ എന്ത് ചെയ്യണം? എനിക്ക് ജീവിതത്തിൽ ആയുസ്സിൽ കഴിയണം എന്നാണ് എല്ലാവരും. അപ്പം മരിക്കാന്ന് പറയുമ്പോൾ വേറെ ബേജാറൊന്നും ഉണ്ടാവില്ല. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതി വെച്ച ആയത്തൊരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഖുറാൻ ക്ലാസ്സും ഖുറാൻ ലേണിംഗ് ക്ലാസ്സും ഒക്കെ പഠിക്കുമ്പോൾ ഖുറാനൊക്കെ നമ്മൾ ചിന്തിച്ച് ആലോചിച്ച് പഠിക്കുന്ന ആൾക്കാരാണ്. നോക്ക് നിങ്ങൾ, അവിടെ പ്രായമേറെയായി വാർദ്ധക്യമെത്തി മരണത്തെ മുഖാമുഖം കണ്ടു കിടക്കുന്ന ഒരു വൃദ്ധനായ പ്രവാചകനെ കുറിച്ചാണ് പറയുന്നത്. ആ പ്രവാചകൻ ആരാണ്? സക്കരിയ നബി അലൈഹിസ്സലാം. അദ്ദേഹം മരിക്കാൻ കിടക്കുകയാണ്. മരിക്കാൻ കിടക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം? എന്താ സുഹൃത്തുക്കളെ മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം? ഞാൻ പറഞ്ഞത്, വിശ്വാസം മനസ്സിൽ ഉറക്കുമ്പോൾ, പരലോകം പ്രധാന വിഷയമാകുമ്പോൾ മനുഷ്യനുണ്ടാവേണ്ട ആഗ്രഹങ്ങളുടെ സ്വഭാവങ്ങൾ മാറും, സ്വപ്നങ്ങൾ മാറും, പ്രതീക്ഷകൾ മാറും. എന്താ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം? വാർദ്ധക്യത്തിൽ ഇങ്ങനെ ഒരു മുടി പോലും നിരക്കാൻ ബാക്കിയില്ലാതെ
ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വഷ്തഅല റഅസു ശൈബ. വയസ്സായി പടച്ചോനെ, എങ്ങനെ എവിടെയെങ്കിലും ഒന്ന് കാല് മുട്ടിയാൽ എല്ല് പൊട്ടും, നുരുമ്പിപ്പോവും എല്ല്. പിന്നെ എൻ്റെ തലയൊക്കെ നരച്ചു, നിര കൊണ്ട് കത്താനായിട്ടുണ്ട്. അങ്ങനത്തെ അവസ്ഥയിലാണ്, ഒരു രോമം പോലും കറുത്തിട്ടില്ല. അപ്പം എനിക്ക് എന്താ ആഗ്രഹം? അങ്ങനത്തെ സമയത്ത് എന്താണ് ആഗ്രഹം സുഹൃത്തുക്കൾ? ഒരു കുട്ടി ഉണ്ടാകണം എന്നാണ് ആഗ്രഹം. അത് ദുനിയാവിൻ്റെ ആഗ്രഹമാണോ? ഞാൻ മരിച്ചു പോകുമ്പോൾ ഒരു കുട്ടിയില്ലല്ലോ എനിക്ക്, അതുകൊണ്ടൊരു കുട്ടി ഉണ്ടാവണമെന്ന സ്വപ്നമാണോ? അദ്ദേഹത്തിന് ഒരു കുട്ടി ഉണ്ടാവണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ ദീനിന് വേണ്ടിയാണ്. അതിൻ്റെ വ്യാഖ്യാനത്തിൽ കാണാൻ പറ്റും അദ്ദേഹത്തിന് മനസ്സിലൊരു ബേജാറ്. എന്താ ബേജാറ് അറിയോ? ഞാനണ്ട് മരിച്ചു പോയാൽ ഈ നാട്ടിൽ ഇനി ആരാണ് ഈ ദീനിനെ കൊണ്ടുനടക്കുക? അതാണ് അദ്ദേഹത്തിന് ബേജാറ്. ഇനി ഇവിടെ ഒരു പ്രവാചകനില്ല, അതുകൊണ്ട് ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ആരായിരിക്കും ഈ ദീനിനെ കൊണ്ടുനടക്കുക എന്നുള്ള ബേജാറാണ് അദ്ദേഹത്തിന്. എരിത്തുനി വയരുത്തുമിൻ ആലി യാക്കൂബ്, എന്നെ അനന്തരമെടുക്കാൻ, ഈ യാക്കൂബ് കുടുംബത്തെ അനന്തരമെടുക്കുവാനുള്ള ഒരാളെ എനിക്ക് തരണം. വജ്അൽഹു റബ്ബി റദിയാ. അങ്ങനത്തെ കുട്ടിയാണ് സുഹൃത്തുക്കൾ. നല്ല സമ്പന്നനായ മുതലാളിയായ എൻ്റെ അനന്തര സ്വത്തുക്കളെ കാക്കാൻ പറ്റുന്ന നല്ല കഴിവും ബുദ്ധിയൊക്കെ ഉള്ള ഒരാൾ എന്നല്ല. പടച്ചോനെ, നീ തൃപ്തിപ്പെടുന്ന, നിനക്കിഷ്ടപ്പെടുന്ന ഒരു നല്ല സ്വാലിഹായ സദ്വൃദ്ധനായ ഒരു മകനെ എനിക്ക് തരണേ. എൻ്റെ കുടുംബത്തെ അനന്തരമെടുക്കാൻ, ദീനിനെ അനന്തരമെടുക്കാൻ എനിക്കൊരു അനന്തരഗാമിയെ തരണേ എന്നാ ചോദിക്കണം. സുഹൃത്തുക്കളെ, ഇതൊരു പ്രധാന കാര്യമാണ്. പ്രസംഗിക്കുമ്പോൾ എന്തെങ്കിലും പറയണം എന്ന് വിചാരിച്ച് ഞാൻ വേണതല്ല. ഞാൻ ഈ ഒരു സ്ഥാപനത്തിൻ്റെ വാർഷികം എന്ന നിലക്ക് നല്ലവണ്ണം ആലോചിച്ചും ചിന്തിച്ചുമാണ് പറയുന്നത്. ഞാൻ ആത്മാർത്ഥമായി നമ്മളോട് ചോദിക്കും, നമുക്കങ്ങനെ ഒരു സ്വപ്നമുണ്ടോ? ഞാൻ മരിച്ചു പോയാൽ ഈ ദീനിന് വരുന്നൊരു പരിക്കിനെ കുറിച്ച്, ഈ ദീനിന് വരുന്നൊരു പ്രശ്നത്തെക്കുറിച്ച് നമുക്ക് ആർക്കെങ്കിലും വല്ല ബേജാറുമുണ്ടോ? ആ ബേജാറാണ് അടിസ്ഥാനപരമായ ബേജാർ. ഞാൻ ആലോചിക്കുന്നത് എന്താ പറയുക, നിങ്ങൾ എൻ്റെ പെരിന്തൽമണ്ണയിലെ പരിസരത്തുള്ള ഒരു സ്ഥലത്ത് കുറച്ച് റിട്ടയേർഡായിട്ടുള്ള അറബി മാഷന്മാർ, അവർ എന്ത് ചെയ്തു എന്ന് വിചാരിച്ചാൽ പിന്നെ ഒരു ദിവസം വന്നിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ ഞങ്ങളുടെ നാട്ടിലൊരു പള്ളി വേണം. അപ്പം അദ്ദേഹം പറഞ്ഞു, 30 കൊല്ലം മുമ്പ് ഞങ്ങളൊരു പള്ളിക്ക് വേണ്ടി ശ്രമിച്ചതാണ്. 30 കൊല്ലം മുമ്പ് ഒരു പള്ളിക്ക് വേണ്ടി, പക്ഷെ നടക്കാതെ പോയി. ഇനി 30 കൊല്ലം കഴിഞ്ഞിട്ടാണ് അവരൊരു പള്ളിക്ക് വേണ്ടി ശ്രമിക്കണം. ഒരാൾ 10 സെൻറ്റ് സ്ഥലം കൊടുത്തു, പള്ളീൻ്റെ പണി നടക്കുന്നു, പള്ളി ഏകദേശം പകുതി പണി നിൽക്കുന്നു. വളരെ പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് മുന്നോട്ട് പോയി. അപ്പം ഞാൻ ചിന്തിച്ചെന്താ പറയുക, 30 കൊല്ലം അവിടുത്തെ മുജാഹിദുകൾ ഒരു സുന്നി പ്രദേശത്ത് ജമാഅത്തിന് പള്ളിയിൽ ശരിക്ക് പോകാൻ സൗകര്യമില്ലാതെ അവരെന്ത് ചെയ്തു, അവിടെ കഴിച്ചുകൂട്ടി 30 കൊല്ലം. ഇപ്പം ഞാൻ ആലോചിക്കും, അവരൊക്കെ ഗവൺമെൻറ് ജോലി കിട്ടി, ഉദ്യോഗം കിട്ടി, 10, 30, 40, 50 സെൻറ്റ് സ്ഥലമുണ്ടായിട്ട് അവരിൽ ഒരാൾക്ക് തോന്നിയില്ല ഒരു 5 സെൻറ്റ് സ്ഥലം കൊടുക്കാം. ആ നാട്ടിലെ വലിയൊരു മുതലാളി അങ്ങാടിയിൽ ഒരു 10 സെൻറ്റ് സ്ഥലം അവർക്ക് കൊടുക്കുന്നത് വരെ ഒരു പള്ളി അവർക്ക് സാധ്യമായില്ല. ഞാൻ പറഞ്ഞ സ്വപ്നങ്ങളില്ല. എൻ്റെ മക്കൾക്ക് വീട് വേണം, ഞാൻ മരിച്ചു പോയാൽ എൻ്റെ ഭാര്യ വിധവയായി താമസിക്കാൻ അവൾക്ക് വീട് വേണം. അതുകൊണ്ട് പലപ്പോഴും അനന്തരാവകാശികൾ പെൺകുട്ടികൾ മാത്രമാവുമ്പോൾ ചില ആൾക്കാർ വീട് പെണ്ണുങ്ങളുടെ പേരിലാക്കി വെക്കും, ഭാര്യൻ്റെ പേരിലാക്കി വെക്കും. അതെന്തിനാ? ഞാൻ മരിച്ചു പോയാൽ ഓളെ ഇവിടുന്ന് ഇറക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, പേരിലാക്കി വെക്കും. മരിച്ചു ആൾക്കാർ. നമുക്ക് എല്ലാ കാര്യത്തിലും ബേജാറുണ്ട്. നമ്മുടെ ദീനിൻ്റെ കാര്യത്തിൽ സക്കരിയ നബി അലൈഹി ഇസ്ലാമിന് ഉണ്ടായ പോലൊരു ബേജാറ്, ആ ബേജാറ് പ്രധാനമാണ്. അത് പ്രധാനമാണ്. നമ്മൾ ഇവിടുന്ന് പോയാൽ എൻ്റെ കുട്ടികൾ പള്ളിയിൽ പോകുമോ, ഒരു നിസ്കരിക്കോ, എന്ത് കാര്യങ്ങളുണ്ടാകും എന്നൊരു ബേജാറ്. സത്യത്തിൽ ആ ബേജാറ് നമ്മുടെ മക്കളെക്കുറിച്ച് ദീനിയായിട്ട് അവർ നല്ലവരായി വളർന്നു വരിക എന്നുള്ളതാണ് നമ്മുടെ ഭാവിക്ക് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് എനിക്കൊരു മകനെത്താ എന്ന് അള്ളാഹുവോട് ആര് പറഞ്ഞത്? സക്കരിയ നബി. ഒരു മകൻ കിട്ടിയാൽ മതി. ഈ നാടിലെ ദീനിനെ നയിക്കാൻ പറ്റുന്ന, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട തൃപ്തിയുള്ള ഒരാളെ കിട്ടിയാൽ എനിക്ക് സമാധാനത്തോടെ മരിക്കാം. എൻ്റെ കാലശേഷവും ദീന് കൊണ്ടടക്കാൻ ഇവിടെ ആളുകൾ ഉണ്ടാകും എന്ന്. നമ്മുടെ മക്കളാണ് സുഹൃത്തുക്കൾ. നമ്മുടെ മക്കൾ നല്ലവരാണോ, ആ നന്മയാണ് നമ്മുടെ ഭാവിയുടെ. എന്താ മക്കൾ നന്നാവാൻ നല്ലത്? ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഈ കുട്ടികളെ ഈ കൗൺസിലിങ്ങിനൊക്കെ വേണ്ടി കൊണ്ടുവരുമ്പോൾ കൂടെ വരുന്ന രക്ഷിതാക്കളെ നമ്മൾ നോക്കും. കൂടെ വരുന്ന ഉമ്മാക്കോ വാപ്പാക്കോ ദീനിൻ്റെ ഒരടയാളം പോലും ഉണ്ടാവില്ല. അപ്പം കുട്ടികൾ കേടുന്നത് എന്തുകൊണ്ടാണ്? കുട്ടികൾ കേട് വന്നത് എന്തുകൊണ്ട്? കുട്ടികൾ കേട് വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ
ആ കുട്ടികൾക്ക് ദീനിനോട് മതിപ്പുണ്ടാകുന്ന ഒരു ജീവിതം മാതാപിതാക്കൾ എന്ത് ചെയ്യണം? ഉണ്ടാവണം. അപ്പൊ ഇന്നിപ്പോ നിങ്ങളുടെ കൂട്ടിലൊരു ചെറിയ കുട്ടി ചോദിക്കാണ്, ഒരു പേരക്കുട്ടി ചോദിക്കാണ്, വലിയ ഇപ്പൊ എങ്ങോട്ട് പോയതാ? അതിന്നേ അവിടെ നമ്മളെ ദാറുൽ ഖുർആന്റെ ഒരു വാർഷിക പരിപാടി ഉണ്ട്. അത് നിങ്ങളിവിടെ പോന്നാലല്ലേ പറയുള്ളൂ, അല്ലെങ്കിൽ പറയും. അപ്പൊ ആ കുട്ടിൻ്റെ മനസ്സിൽ എന്താണ് ഇപ്പം അവിടെ പോകേണ്ട കാര്യം, എന്താണ് ഇപ്പം ആ സ്ഥാപനം, എന്താണത്? ഇതൊക്കെ അനേക തവണ പലതും കേട്ടാണ് ആ മനസ്സുണ്ടാവുന്നത്. ഇന്നലെ ഓർഫൻ കെയറിൻ്റെ പ്രോഗ്രാമിൽ കുറേ സഹോദരിമാർ വന്നിട്ടുണ്ട്. ചില ആൾക്കാർ നിക്കാബൊക്കെ ഇട്ട് വന്നു, ചില ആൾക്കാർക്ക് തലയിൽ തട്ടവും കൂടി ഇല്ല. അപ്പോൾ അവിടെ നിന്ന് ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നാളെ നിങ്ങളെ മോൻ ലഹരിയിൽപ്പെട്ടു അല്ലെങ്കിൽ മോള് പ്രേമത്തിൽപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടുവരും. ആ കുട്ടികൾക്ക് നിങ്ങൾ പറയുന്നതിൽ ഒരു മതിപ്പുണ്ടാവില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞു കൊടുത്തു. എന്താ നിങ്ങൾ, നിങ്ങളെ പള്ളിയിലെ ഉസ്താദ് ചെലവിന് വേണ്ടി പോയൊരു വീട്ടിലത്തെ ഒരു പെണ്ണ് പറയണെന്ത്, ആ ഉസ്താദ് വീട്ടിൽ കയറുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് അയാൾ അത്ര നല്ലൊരു പെരുമാറ്റമല്ല എന്നൊരു പെണ്ണെങ്ങാനും നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ ആ ഉസ്താദ് ഇനി എന്ത് വയല് പറഞ്ഞാലും ആ വയല് നമ്മളെ മനസ്സ് തട്ടുവോ? ഈ ഉമ്മയും വാപ്പയും എന്നോട് പറയാൻ യോഗ്യനല്ല. കാരണം എന്താ? ഇന്ന് വാപ്പ സുബഹി നിസ്കരിച്ചത് 6:30 മണിക്കാണ്, 7 മണിക്കാണ്. നിസ്കാരം മാത്രമല്ല സുഹൃത്തുക്കളെ, ഒരു നന്മയും പറയാൻ ആ പിതാവിന് യോഗ്യതയില്ലാതെയായിത്തീരും. അതുകൊണ്ടാണ് നമ്മളെ മക്കൾ നമ്മൾ പറഞ്ഞിട്ട് കേൾക്കാത്തത്. അതുകൊണ്ടാണ് അത് പറയാൻ യോഗ്യനല്ല എന്ന് ആ കുട്ടിൻ്റെ മനസ്സ് പറയും. ഒരു പക്ഷെ ചെറിയ കുട്ടിയാണെങ്കിൽ ഓൻ അപ്പം ചോദിക്കും, തിരിച്ചു ചോദിക്കും. അപ്പം അത് ഇപ്പം എന്താ അങ്ങനെ, ഉമ്മ എന്താ അങ്ങനെ എന്നവൻ തിരിച്ചു ചോദിക്കും. നല്ലൊരു ഇസ്ലാമിക ജീവിതം കാഴ്ചവെക്കാൻ നമുക്ക് പറ്റിയാലേ നമ്മുടെ പുതിയ തലമുറ, നമ്മുടെ മക്കൾ, പുതിയ തലമുറ ദീനിൻ്റെ ഒപ്പം ഉണ്ടാവുള്ളൂ. ഇവിടെ ഓരോരുത്തരും ദീന്റെ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന എടത്തനാട്ടുകരയിലുള്ള സജീവരായ ആളുകളെ നിങ്ങൾ നോക്കൂ. അവരുടെ വാപ്പമാർ ദീനി പ്രവർത്തനത്തിന് ഇറങ്ങിപ്പോകുന്നത് കണ്ട് വളർന്നത് കൊണ്ടാണ് അവരും ആ ഡയറി പിടിച്ച് ഇറങ്ങിയത്. അല്ലെങ്കിൽ ഇറങ്ങൂല. അതുകൊണ്ട് ഇറങ്ങിയതാണ്. വാപ്പമാർ പോയ വഴിയിൽ മക്കൾ വരാൻ കാരണം അവരത് കണ്ടു. എങ്ങടാ പോണത്? വാപ്പ യോഗത്തിന് പോവുക, സമ്മേളനത്തിന് പോവുകയാണ്, പരിപാടിക്ക് പോവുകയാണ്, വയലിന് പോവുകയാണ്. ഇത് കേട്ട് വളർന്നതാണ്. നമ്മൾ മാറണം. അതൊക്കെ ആരെങ്കിലും കൊണ്ടടക്കുമെന്ന് വിചാരിക്കണ്ട. നിങ്ങൾ ഈ സ്ഥാപനത്തിനോട് ആത്മാർത്ഥത പുലർത്തിയാൽ നാളെ നിങ്ങളുടെ മക്കൾ ഈ സ്ഥാപനത്തിനോട് ആത്മാർത്ഥത പുലർത്തും. നമ്മൾ പള്ളിയിൽ 5 വക്തിനും ജമാഅത്ത് പോയാൽ നമ്മുടെ മക്കൾ ജമാഅത്തിന് പോയില്ലെങ്കിലും നിസ്കരിക്കെങ്കിലും ചെയ്യും. മിനിമം അവിടേക്കെങ്കിലും എത്തും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പുതിയ തലമുറ നന്നായി വരാനുള്ള ഒന്നാമത്തെ പരിഹാരം നമ്മൾ അവരാവാൻ ആഗ്രഹിക്കുന്ന രൂപത്തിൽ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പരിഹാരം. അപ്പോൾ ആൾക്കാർ ചോദിക്കും, ഇങ്ങനെയൊക്കെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നിട്ടും കുട്ടികൾ പഴച്ചു പോകണില്ലേ? ഇപ്പം എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, മോനൊരു കൗൺസിലിംഗ് വേണം. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ അവ പറഞ്ഞത് എന്താ അറിയോ? അദ്ദേഹം പറഞ്ഞത്, നമ്മളെ അന്ന് പഴയ കാലത്തുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ബാലവേദിയിൽ പോലും അവനെ ഞാൻ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. മദ്രസിൽ അവനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ക്ലാസ്സിനും ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആയാലും കുട്ടികൾ കേടി വരും എന്നാ ചോദിക്കണത്. അപ്പോൾ അതിൻ്റെ ഉത്തരം അയാൾ തന്നെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ വളർത്തിയിട്ടും എന്തേ മകൻ ഇങ്ങനെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയി പറഞ്ഞ് നന്നാക്കാൻ മാത്രം എന്തേ പ്രശ്നം? അതിൻ്റെ മറുപടി അയാൾ പറഞ്ഞു, ഓൻ വലിയ ആഗ്രഹം പറഞ്ഞു, ഓന് പഠിക്കാൻ എന്ത് ചെയ്യണം, ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോകണം. അങ്ങനെ ഞാൻ ഓനെ ബാംഗ്ലൂർ കൊണ്ടാക്കിയോടത്ത് എന്താ നടക്കണമെന്ന് ആരെങ്കിലും അന്വേഷിക്കലുണ്ടോ സുഹൃത്തുക്കളെ? ഓൻ കോളേജിൽ പരീക്ഷയിൽ തോറ്റ് പുറത്തായി. വിവരം കിട്ടിയപ്പോൾ ഒന്ന് വെറുതെ അവിടെ പോയി നോക്കി അന്വേഷിച്ച് നോക്കുമ്പോൾ 1ഉം 2ഉം കേസല്ല. കയ്യോടോനെ പിടിച്ചു കൊണ്ടുവന്ന് വീട്ടിലിരുത്തിക്കാണ്. ഇനി എന്താ? ആ കോളേജിലേക്ക് പറഞ്ഞേക്കാൻ പറ്റില്ല. ഇനി ഏത് കോളേജിലേക്കാണ് വിടുക? എന്താ ചെയ്യുക? നാട്ടുകാരോട് എന്താ മറുപടി പറയാ? അപ്പോൾ എവിടെ പിഴച്ചു? നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു സാഹചര്യമില്ല. അവരെ എവിടെ പഠിപ്പിക്കണം, എവിടെ കൊണ്ടുപോയി ആക്കണം, അതിന് പറ്റിയ സ്ഥലമില്ല. അവർ പറയുന്നിടത്ത് കൊണ്ടുപോയി ആക്കിയാൽ അങ്ങനെയാണ്. ഇപ്പോൾ SLC കഴിഞ്ഞു ഇങ്ങനത്തെ ഒരു കോളേജിൻ്റെ പരസ്യം വന്നാൽ ആളില്ല. എന്താ ആളില്ലാത്തത്? മക്കൾ പറയില്ലല്ലോ. ഞാൻ ദാറുൽ ഖുർആൻ അറബി കോളേജ് പഠിച്ചോളാന്ന് ഏതെങ്കിലും മക്കൾ പറയോ? വളരെ അപൂർവം കുട്ടികൾ പറഞ്ഞേക്കും, ബാക്കിയുള്ളവർ പറയില്ല. അതെന്താണ്? അവരുടെ മനസ്സിലെ സ്വപ്നങ്ങൾക്കനുസരിച്ച് നമ്മൾ ഓരോ കൊണ്ടുപോയാൽ എവിടേക്കാണ് എത്തുക? അതിന് മാറ്റങ്ങൾ വേണം. അപ്പോൾ സാഹചര്യങ്ങൾ നേരാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ മാർഗം. നല്ല കുടുംബത്തിൽ നല്ല വാപ്പക്കും
നല്ല ഉസ്താദുമാർക്കുണ്ടായ മക്കളാണെങ്കിലും സാഹചര്യം മോശമാണെങ്കിൽ എന്ത് ചെയ്യും? പോകും. അതാണ് സുഹൃത്തുക്കളെ. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മക്കൾ നല്ലവരായി വരാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നതിൽ നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറയേണ്ട ഒരു കാര്യമല്ല. എടത്തനാട്ടുകര എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇപ്പോൾ മലപ്പുറം ഈസ്റ്റ് ജില്ലയാണ് മുജാഹിദ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയെങ്കിൽ, കേരളത്തിലുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മണ്ഡലങ്ങളിൽ ഏറ്റവും മുജാഹിദ് പ്രസ്ഥാനത്തിന് ആളുകളുള്ള അർത്ഥമുള്ള മണ്ഡലം ഏതാന്ന് ചോദിച്ചാൽ ഇത്രയധികം മഹല്ലുകളുള്ള നമ്മുടെ നാട് തന്നെയാണ്. മനസ്സിലായി? നമ്മുടെ നാടാണ്. ഞാനൊരു കുറ്റത്തിനും ഒന്നും പറയല്ല സഹോദരങ്ങളെ. ആലോചിക്കേണ്ടത്, നമ്മൾ പല ശ്രമങ്ങളും നമ്മുടെ പൂർവികന്മാർ ഇവിടെ നടത്തിയിട്ടുണ്ട്. നല്ല അറബിക് കോളേജുകളൊക്കെ ഉണ്ടാക്കാൻ ഇവിടെ ആളുകൾ പരിശ്രമിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് നമ്മൾ പറയണില്ല. പക്ഷേ എങ്കിൽ പോലും പലപ്പോഴും പുളിക്കൽ, അതേപോലെ തന്നെ എടവണ്ണ, അരീക്കോട് പോലുള്ള പ്രദേശങ്ങളെപ്പോലെ കേരളത്തിലെ മിക്കവാറും സ്ഥലങ്ങളിലേക്കെല്ലാം പ്രബോധകന്മാരെ നൽകാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സ്ഥാപനം ഉയർന്നു വന്നിരുന്നില്ല. പക്ഷെ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു വിടവ് നികത്താൻ പല കാരണങ്ങളെ കൊണ്ടും നമ്മുടെ ദാറുൽ ഖുർആനിന് പറ്റി. ഞാൻ പറയുന്നത്, ഒരു പള്ളി, ഒരു ചൊറുക്കിലൊരു പള്ളി, കയറി വന്നാൽ നിസ്കരിക്കാൻ തോന്നുന്ന ചൊറുക്കിലൊരു പള്ളി വേണം എന്നൊരു സങ്കല്പം എടത്തനാട്ടുകരയിൽ ഉണ്ടാക്കിയതൊരു പക്ഷേ ദാറുൽ ഖുർആനാണെന്ന് പറയും. പള്ളി അങ്ങനെ കിടക്കും, അത് പണ്ട് കാരണന്മാരുണ്ടാക്കിയതിൻ്റെ ഒരു തുടർച്ചാ നിലയ്ക്ക് അങ്ങനെ വരും. നമ്മുടെ വീടുകളിൽ ടൈൽസ് വന്നു, മാർബിൾ വന്നു, നല്ല പെയിൻറ് വന്നു, AC വന്നു. അപ്പോഴൊക്കെയും നാട്ടിലത്തെ പള്ളി അങ്ങനെ തന്നെ കിടക്കുകയാണ് ചെയ്തിരുന്നത്. ഇന്നത് മാറി. എല്ലാ ആളുകളും പള്ളി പൊളിച്ച് മനോഹരമായ സൗധങ്ങളാക്കി ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഒരു പക്ഷേ അതിൻ്റെ തുടക്കം ദാറുൽ ഖുർആനാണ് എന്നാണ് എൻ്റെ ഒരു ധാരണ. എന്നെക്കാളും നിങ്ങൾക്കാണ് ഇവിടെ ഏറ്റവും അറിയുക. അതൊരു മാറ്റമാണ് സുഹൃത്തുക്കളെ. അതിലുപരി എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ ആലോചിച്ച് നോക്കും, നിങ്ങളൊക്കെ എത്രയോ കാലം നമ്മൾ പള്ളിയിൽ പോണതാണ്. ഒരു ജമാഅത്ത് നമസ്കാരത്തിന് നമ്മൾ നിന്നാൽ ആ ഓത്തുകൊണ്ട് ഇടങ്ങാറാവും നമ്മൾ. മനസ്സിലായില്ലേ? ആ ഒരു ഓത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് പറഞ്ഞാൽ അത് വലിയ പ്രശ്നവും വിവാദവുമാകും. എന്നാൽ ഒരക്ഷരം പോലും അതിൻ്റെ മഹ്റജ് അനുസരിച്ച് ഉച്ചരിക്കാത്ത ഇമാമിയങ്ങൾക്ക് പിന്നിൽ നമ്മൾ നിസ്കരിച്ചത് ഓരോ തകരാറല്ല, അതല്ലാത്ത ഒരാൾ കയറി നിൽക്കാനില്ലാത്തത് കൊണ്ട് മാത്രമാണ്. ആ സ്ഥാനത്ത് ഒരു വലിയ വിപ്ലവമല്ലേ സഹോദരങ്ങളെ നമ്മൾ ഉണ്ടാക്കിയത്? അത് ചെറിയ മാറ്റമല്ല. വിശുദ്ധ ഖുർആൻ 30 ജുസുവും മനഃപ്പാടമാക്കുന്ന മക്കൾ എടത്തനാട്ടുകരയിൽ നിന്ന് ജനിക്കാൻ തുടങ്ങി എന്നത് ഈ ഒരു പ്രബോധന ചരിത്രത്തിലെ ചെറിയ സംഭാവനയല്ല ദാറുൽ ഖുർആൻ ചെയ്ത സംഭാവന. ഇന്നത് കേരളത്തിലൊരു ട്രെൻഡായി മാറി. എല്ലാ സ്ഥലങ്ങളിലും ധാരാളക്കണക്കിന് ഹാഫിദുകൾ വന്നു. അതിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിൽ അതിനൊരു മാതൃകയായി മുന്നിൽ നിന്ന സ്ഥാപനമാണ് നമ്മുടെ സ്ഥാപനം. ഒരു പക്ഷേ ഞാൻ തന്നെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഒരു അറബിക് കോളേജൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടാണ്, മുന്നോട്ട് പോവില്ല. ഞാനൊരു അറബിക് കോളേജിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്കറിയാൻ പറ്റും, അത്രയും പ്രയാസമാണ്. ഞാൻ പറയാ, സത്യത്തിൽ ഒരു 3000 ചില്ലാനം രൂപ ഹോസ്റ്റലിന് മാത്രം ഫീസ് വാങ്ങിയിട്ടും നല്ലൊരു ഭക്ഷണം കൊടുത്ത് കുട്ടികളെ നിർത്താൻ നമുക്ക് പറ്റണില്ല. ഒരു 3000-ലധികം രൂപ, 3500ഓളം രൂപ പൈസ വാങ്ങിയിട്ടും ഒരു കുട്ടിനെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കാൻ, അവൻ ആവശ്യമായൊരു ഫുഡ് മര്യാദക്ക് കൊടുത്തു കൊണ്ടുപോകാൻ ഇന്നത്തെ ചെലവ് കൊണ്ട് പറ്റണില്ല. ഒരു 10,000 രൂപ ശരിക്കില്ലാതെ ഒരു കുട്ടിയുടെ ഒരു മാസത്തെ ചെലവ് ഒരിക്കലും നടന്നു പോവില്ല. ഞാൻ ആലോചിക്കുന്നു, ഒരു പക്ഷേ കേരളത്തിലെ മുജാഹിദുകളുടെ സംഭാവനകളിലെ ഏറ്റവും വലിയൊരു സംഭാവന ഇന്ന് നമ്മൾ കൊടുക്കുന്നത് ജാമിയക്കാണ്. ഒരു വർഷം നടത്തിപ്പോവാൻ എൻ്റെ അറിവ് പ്രകാരം ഏകദേശം 30 ലക്ഷത്തിലധികം രൂപ മാസത്തിൽ കൊടുത്തുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളെ. അപ്പം അങ്ങനത്തെ ഒരു സ്ഥാപനം, അതിന് സമാനമായതല്ലെങ്കിലും അതിനോടൊപ്പം നിൽക്കാവുന്നൊരു സ്ഥാപനം ഇവിടെ നടത്തി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതൊക്കെ എത്ര വലിയ ഗൗരവമുള്ള കാര്യമാണെന്നുള്ള ഈ വാർഷിക സമ്മേളനത്തിൽ എന്തെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറയണം, നമ്മൾ ഈ കൊണ്ടടക്കുന്ന സ്ഥാപനത്തിൻ്റെ മഹത്വം നമുക്കിന്നെങ്കിലും മനസ്സിലായില്ലെങ്കിൽ പിന്നെ എന്നാ നമുക്ക് മനസ്സിലാവുക? നാം ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. ഞാൻ എപ്പോഴും
ദാവത്തുമായി ബന്ധപ്പെട്ട പരിസര പ്രദേശങ്ങളുടെ പള്ളികളിലെ ഖുതുബനെ കുറിച്ച് എപ്പോഴും ആൾക്കാർ ആ ഖത്തീബ് ശരിയായില്ല, ഈ ഖത്തീബ് ശരിയായില്ല, നിങ്ങൾ ഒരാളെ കൊണ്ടുവരും എന്നിങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ദായി ഖുതുബ പറഞ്ഞതൊരു പള്ളിയുണ്ട്. അപ്പോൾ അയാൾ അവിടുന്ന് പോയപ്പോൾ സ്വാഭാവികമായ പള്ളിയിൽ ഒരു അനാഥത്വം വന്നു. അപ്പോൾ പിന്നീട് അവർക്ക് നല്ലൊരു ഖത്തീബിന്, ആ പോയ വിടവ് നികത്താവുന്ന ഒരു ഖത്തീബിനെ അവർക്ക് കിട്ടി. എങ്ങനെ കിട്ടുന്നത്? നമ്മുടെ സ്ഥാപനങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഒരു പക്ഷേ നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ സമ്മേളനത്തിലെ പ്രസംഗങ്ങൾ ആദ്യാവസാനം വരെ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം, ഞങ്ങളൊക്കെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് എല്ലാം സജീവമായിരുന്നു. പക്ഷേ ഞാൻ വിചാരിക്കുന്നു ഇത്ര നല്ല പ്രസംഗകന്മാരും ഇത്ര നല്ല ദായിമാരും ഇത്ര നല്ല കാഴ്ചപ്പാടുമുള്ളൊരു തലമുറ കഴിഞ്ഞ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്നോ എന്ന് ഞാൻ എൻ്റെ മനസ്സിനോട് ചോദിച്ചു പോയിട്ടുണ്ട്. അതെങ്ങനെ സാധ്യമായി? തലമുറകൾ പിന്നിടുമ്പോൾ കഴിവില്ലാത്ത അറിവില്ലാത്ത ആളുകൾ ഉണ്ടാകുമെന്നല്ലേ നമ്മൾ പഠിച്ചത്. എന്നാൽ അന്നത്തെ കുട്ടികൾക്ക് സാധിക്കാത്ത, അതിനേക്കാളും കിതാബുകളെ കുറിച്ച് ബോധമുള്ള, കാഴ്ചപ്പാടുള്ള, ഖുർആനെ കുറിച്ച് അറിയുന്ന, നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് പറയുന്ന, ഏത് യുക്തിവാദിക്കും മറുപടി പറയാൻ പ്രാപ്തിയുള്ള ആളുകൾ എങ്ങനെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിൽ വന്നു? നമ്മളാണ് സുഹൃത്തുക്കളെ അതിൻ്റെ പിന്നിൽ. നാം കൊടുത്ത പണം അതിന് പിന്നിലുണ്ട്, നമ്മുടെ പ്രാർത്ഥനകൾ അതിന് പിന്നിലുണ്ട്, നമ്മുടെ ആഗ്രഹങ്ങൾ അതിന് പിന്നിലുണ്ട്, നമ്മുടെ പരിശ്രമങ്ങൾ അതിന് പിന്നിലുണ്ട്. സത്യത്തിൽ അത്തരമൊരു സ്ഥാപനം നടത്താൻ നമുക്കേ പറ്റൂ, നമുക്കേ അതിന് സാധിക്കൂ. കാരണം അതിന് മാത്രം ആളും അർത്ഥവുമുള്ളൊരു പ്രദേശത്താണ് യഥാർത്ഥത്തിൽ ഈ ദാറുൽ ഖുർആൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ സമ്മേളനം പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട അതിൻ്റെ ഏറ്റവും വലിയ മെച്ചം, ഈ ഒരു സമ്മേളനം കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ മെച്ചം എന്താണ്? ഏറ്റവും വലിയ മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ, ഇനി ഈ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികൾക്ക്, ഇത് കൊണ്ടുനടക്കുന്ന ആൾക്കാർക്കോ ഇതിനെങ്ങനെ പൈസ ഉണ്ടാക്കും, ഇതെങ്ങനെ മുന്നോട്ട് പോകും എന്നതിനെക്കുറിച്ചൊരു ബേജാറ് അതൊരിക്കലുണ്ട്. അത് നമ്മൾ വീതിച്ചെടുത്താൽ നടക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ പല സേവന പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാരുണ്ടാവും. 30 കോടി 40 കോടിയൊക്കെ രോഗികൾക്ക് പിരിക്കലുണ്ടല്ലോ. അതൊക്കെ ആരാ കൊടുക്കണത്? ആളുകൾ 10 രൂപ 100 രൂപ 50 രൂപ കൊടുത്താൽ എന്ത് ചെയ്യും? അത് കോടികളായി വരും. ഞാൻ പറഞ്ഞത് എല്ലാ ആളുകളും, ഞാൻ പറഞ്ഞത് സമ്പന്നന്മാർ എന്നുള്ളതല്ല. നമ്മുടെ ഒരു കേന്ദ്ര സ്ഥാപനം എന്ന നിലക്ക് നിങ്ങളൊരു 10 രൂപ കൊടുക്കുമ്പോൾ ആ 10 രൂപ ആ ഹിഫ്ളിലെ കുട്ടികളെ സഹായിക്കുന്നുണ്ട്. ആ 10 രൂപ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ അറബിക് കോളേജിലെ കുട്ടികളെ സഹായിക്കുന്നുണ്ട്. ആ 10 രൂപ ഇവിടെ നടക്കുന്ന ജമാഅത്തുകളുടെ നടത്തിപ്പിനെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മഹത്തായ ഒരു സ്ഥാപനം നമ്മൾ നടത്തിക്കൊണ്ടുപോകുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷവും അഭിമാനവും നൽകുന്നതാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു 5000 രൂപ ഒരു കുട്ടിക്ക് ഒരു മാസത്തിൽ ചെലവ് വരുന്നു. എത്ര കുട്ടികൾ അവിടെ ഉണ്ടാവുക ആലോചിക്കുന്നത്? ഒരു അറബിക് കോളേജ് എന്ന് പറയുമ്പോൾ മാക്സിമം ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികൾ എടുക്കും? ഒരു 30 കുട്ടികളെയാണ് മാക്സിമം ഒരു ക്ലാസ്സിൽ. ഒരു 30 കുട്ടികളെ 30 ആളുകൾക്ക് അല്ല, ഒരു 300 ആളുകൾ വിചാരിച്ചാൽ സ്പോൺസർ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി നമ്മുടെ ബൗണ്ടറിക്ക് അപ്പുറത്ത് പോയി കരശരെടുക്കേണ്ടാത്ത ഒരവസ്ഥ അത് നമുക്കുണ്ടാവാൻ യഥാർത്ഥത്തിൽ ഇത്തരം മഹാസമ്മേളനങ്ങളിൽ ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കി പെരുമാറാൻ നമുക്ക് കഴിയണം. അത്തരം സ്ഥാപനങ്ങളിലൂടെ നമ്മുടെ തലമുറകൾ, ഞാൻ പറഞ്ഞ നമ്മുടെ ഭാവിയിലെ കുട്ടികൾ നന്നായി വരും. അവർക്ക് നേതൃത്വം കൊടുക്കാനും അവർക്ക് മാതൃകയാകാനും നല്ല പുതിയ പണ്ഡിതന്മാരെയും പ്രസംഗകന്മാരെയും വാർത്തെടുക്കാൻ അതുകൊണ്ട് കഴിയും. ഞാൻ എപ്പോഴും ആലോചിക്കും, ഞാനും നമ്മുടെ അംസക്കുട്ടി സലഫിയൊക്കെ പഠിച്ച് ഞങ്ങൾ തിരൂരങ്ങാടിയിലാണ്. അപ്പം അവിടെ ഒരു പൈസ പോലും നമ്മളാരും ഫീസ് കൊടുത്തിട്ടില്ല. ഒരു പൈസ പോലും ഫീസ് കൊടുത്തിട്ടില്ല. നിങ്ങളൊക്കെ വീട്ടിലെ ആൺകുട്ടികളില്ലേ? ഒരു 15-20 വയസ്സിലിടക്കുള്ള ആൺകുട്ടികൾ വീട്ടിലുള്ളവർക്ക് അറിയാം അതിൻ്റെ ചിലവ് എത്രയെന്ന് അറിയാം. ഒരു 2, 3, 4 കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ചിലവ് തന്നെ എന്തായിരിക്കും? അത്യാവശ്യമായിരിക്കും. ആ സമയത്ത് 1500ഓളം വരുന്ന കുട്ടികളെ തീറ്റിപ്പോറ്റുന്ന ഒരു സ്ഥാപനത്തിലാണ് ഞങ്ങൾ മുതിർന്ന ആളുകൾ 15ഉം 16ഉം വയസ്സിന് മുകളിലുള്ള ചെറുപ്പക്കാരായ ആളുകളെ എന്ത് ചെയ്യണത്? ഭക്ഷണം കൊടുത്ത് ഒരു പൈസ പോലും വാങ്ങാതെ, ഒരു ട്യൂഷൻ ഫീസോ ഒന്നുമില്ല പഠിപ്പിക്കും. അതുകൊണ്ട് എന്താ നിങ്ങൾ നമ്മളെ മനസ്സിൽ എപ്പോഴും ഉള്ളതാണ്, ഒരു പ്രസംഗത്തിന് പോയി ആ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ
ആ വന്ന വണ്ടിൻ്റെ ഒരു പെട്രോളിൻ്റെ ചാർജ് തരുമ്പോൾ പോലും മനസ്സൊക്കൊരു ഒരു ഇടങ്ങേറാണ്. എന്ത് ആളുകൾ നാട്ടുകാർ പൈസ കൊടുത്ത് പഠിപ്പിച്ച ഒരു സ്ഥാപനത്തിൽ നിന്ന് അവിടുന്ന് ഡിഗ്രിയൊക്കെ വാങ്ങി പുറത്തിറങ്ങിയിട്ട് ഇതൊക്കെ നമ്മളൊരു വരുമാനമാക്കാൻ പറ്റുമോ എന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സാക്ഷി നമ്മളോട് എന്താകാറുണ്ട്, ചോദിക്കാറുണ്ട്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, നമ്മുടെ സ്ഥാപനത്തിറങ്ങുന്ന ആ പണ്ഡിതന്മാരുടെ മനസ്സിൽ അത് ഉണ്ടാകും. അവർ നാട്ടിലായാലും ഗൾഫിലായാലും സേവനം ചെയ്യുമ്പോൾ ഞങ്ങൾ കഴിച്ച ഭക്ഷണം ദീനിൻ്റെ പേരിൽ നാട്ടുകാർ തന്നതാണ് ആ പൈസ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കടപ്പാടുണ്ട്. ഈ ഖുതുബക്ക് ഞാനൊരു ശമ്പളമായി പൈസ വാങ്ങാൻ പാടില്ല. ഈ ഒരു മദ്രസയിൽ എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ പഠിപ്പിക്കണം. കാരണം അവരെന്നെ വെറുതെ പഠിപ്പിച്ചത് അതിനു വേണ്ടിയാണ്. ഈ ചിന്ത നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾക്കുണ്ടാകും. അത് ഒരു ദിവസമോ 2 ദിവസമോ അല്ല, മരിക്കുന്നത് വരെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ സംഭാവനകളെ കൊണ്ട് ഒരാൾ ദീനിൻ്റെ രംഗത്ത് പ്രവർത്തിക്കുന്നൊരവസ്ഥയുണ്ടായാൽ അത് നമുക്ക് ഇഹലോകത്തും പരലോകത്തും നിരന്തരമായി നന്മ വരുന്ന കാര്യമാണ്. ഞാൻ ദീർഘിച്ച് പറയുന്നില്ല. ഭൗതികമായ ജീവിതത്തിന് വേണ്ടി എത്ര പണം കൊടുക്കേണ്ടി വന്നാലും ആ ലക്ഷ്യങ്ങളെക്കുറിച്ച് നമ്മളൊന്നും ആലോചിക്കലില്ല. ദുനിയാവിന് വേണ്ടി ചെലവഴിച്ചതിനേക്കാളും ദീനിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് എത്താൻ നമ്മൾ ആഗ്രഹിച്ചാൽ ആ ആഗ്രഹത്തിൻ്റെ ചെറിയൊരു ശതമാനം ഉണ്ടായാൽ പോലും നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ ഈ കോളേജുകളൊക്കെ ഭംഗിയായി നടന്നു പോകും. ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല. ഈ വാർഷിക സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനം നമ്മൾ എത്ര നല്ലൊരു സ്ഥാപനമാണ് നടത്തുന്നത് എന്ന് ഈ സമ്മേളനത്തിന് വന്ന ഈ നാട്ടുകാരായ ആളുകൾക്ക് ബോധ്യപ്പെടുകയും ഇനി അതിനൊരു ബുദ്ധിമുട്ടില്ലാതെ അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ തയ്യാറാവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവേണ്ടത്. പിന്നെ നമ്മുടെ വിസ്ഡം ഹൗസ് അതിൻ്റെ തറക്കല്ലിടൽ കർമ്മം നമ്മുടെ പ്രസിഡന്റ് PN നിർവഹിച്ചു. അതിനുശേഷം പല ആളുകളും, നമ്മൾ സാധാരണ ആലോചിക്കും ഒരു റെസിപ്റ്റൊക്കെ എടുത്തങ്ങാട്ട് ഇറങ്ങിയിട്ട് ഏതെവിടെയാണ് കുറച്ച് സാമ്പത്തിക ശേഷി ഉള്ളോലെന്ന് തിരയണല്ല സാധാരണ. അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി പറപ്പൂർ മൗലവി വന്നപ്പോൾ ഒരു കുട്ടി തൻ്റെ വാപ്പാൻ്റെ കയ്യിൽ കൊടുത്ത സംഭാവന, അതിന് എൻ്റെ വക സംഭാവന പിരിക്കാൻ തുടങ്ങിയിട്ടില്ല. ഒരു കുട്ടി വാപ്പാൻ്റെ അടുത്ത് കൊടുത്തയച്ചിരിക്കുകയാണ്. അതിനൊക്കെ എന്തെങ്കിലും എൻ്റെ വക കൊടുക്കേണ്ടത് നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് അവിടേക്ക് പൈസ അയക്കേണ്ടത് എന്ന് നമ്മളോടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ എന്താണ് ഈ മാറ്റം? ആളുകൾ ഓരോന്നിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയാൽ, ആ പ്രാധാന്യം മനസ്സിലാക്കുമ്പോൾ പിന്നെ നമ്മൾ ഒരിക്കലും അതിനു വേണ്ടി പോകേണ്ടി വരില്ല. ഞാനൊരു ഇതായിട്ട് പറയല്ല, ഈ പെരിന്തൽമണ്ണയിലെ പള്ളിയിൽ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, പള്ളി നടത്തിപ്പിന് വേണ്ടി അവിടുത്തെ സക്കാത്തിൻ്റെ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഓർഫൻ കെയറിൻ്റെ സാധനങ്ങൾക്കോ ഒരു മുതലാളിയുടെയോ ഒരു സമ്പന്നൻ്റെയോ വീട്ടിൽ ബെല്ലടിച്ച് ചെന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്യൂ എന്ന് പറയാതെയാണ് ആ സ്ഥാപനം നടന്നു പോകുന്നത്. അൽഹംദുലില്ലാ, വല്ലാത്തൊരു സന്തോഷമാണ്. ഒന്നും നമ്മൾ 200 ചില്ലാനം ഓർഫൻ കുട്ടികൾ അവിടെ ഉണ്ട്. ആരോടും ഒരു ഓർഫൻ കുട്ടിനെ സ്പോൺസർ ചെയ്യുമോ എന്ന് ഇന്നേ വരെ ചോദിച്ചിട്ടില്ല. സത്യമായിട്ടാണ് കൂടെ ചോദിച്ചിട്ടില്ല. ആ കുട്ടികളെ സ്പോൺസർ ചെയ്തതിൻ്റെ പൈസ അവിടെ എത്തിക്കും. അതെന്താ അതാരാണ് തരുന്നത് എന്ന് പോലും ആ കുട്ടികൾക്ക് അറിയില്ല. അങ്ങനെ നമ്മൾക്ക് പ്രതിഫലം കിട്ടണമെന്ന് വിചാരിച്ച് ഒരാൾ നമ്മളെ വീട്ടിലെത്തുന്നതിന് മുമ്പ് കൊണ്ടുപോയി കൊടുക്കാനുള്ള മനസ്സില്ലേ, ആ മനസ്സ് ഓരോ കാര്യങ്ങളുടെയും പ്രാധാന്യം മനസ്സിലാക്കുമ്പോൾ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ഈ സ്ഥാപനം കണ്ണിറയെ കണ്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ബോധ്യപ്പെട്ട് ഈ വാർഷിക മഹാസമ്മേളനം കഴിഞ്ഞ് തിരിഞ്ഞു പോകുമ്പോൾ ഈ സ്ഥാപനം പിന്നെ നമ്മുടെ അടുക്കലേക്ക് വരാതെ തന്നെ നാം അതിനെ ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അത് പരിവർത്തിക്കും. തീർച്ചയായും സുഹൃത്തുക്കളെ, അത് പരലോകത്തും കബറിലുമെല്ലാം നമുക്കേറെ ആശ്വാസവും സമാധാനവും നൽകുന്ന ഒരു സൽക്കർമ്മമായിരിക്കും. നമ്മൾ മരണപ്പെട്ടു പോയാലും ഈ നാടിൻ്റെ ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാരെയും പ്രവർത്തകന്മാരെയും നമുക്കുണ്ടാക്കി തരുന്ന, നമുക്ക് ധൈര്യമായി മരിക്കാൻ മനസ്സിന് കരുത്ത് കിട്ടുന്ന അനന്തരാവകാശികളുണ്ട് കൊണ്ടു നടക്കാൻ എന്ന് നമുക്ക് ആശ്വാസത്തോടെ മരണപ്പെടാൻ പറ്റുന്ന അനന്തരാവകാശികളെ സൃഷ്ടിക്കാനാണ് നമ്മൾ ഈ സ്ഥാപനങ്ങളെ ബുദ്ധിമുട്ടി നടത്തുന്നത്. തീർച്ചയായും ഈ സമ്മേളനം പൂർത്തിയാകുമ്പോൾ നമ്മുടെ ഈ മഹാസ്ഥാപനം ഇടത്തിനാണ് ആരെയും തോൽപ്പിക്കാനല്ല, ആരോടും മത്സരിക്കാനല്ല, ആരോടും പകരം വീട്ടാനല്ല സുഹൃത്തുക്കളെ. നമ്മുടെ ദീനീ പ്രവർത്തനങ്ങളെ നിലനിൽക്കാനും അതിന് തുടർച്ചയുണ്ടാകാനും നമ്മൾ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ അള്ളാഹു കബൂൽ ചെയ്യുകയും ഈ സ്ഥാപനത്തെ ഏറ്റവും ഉയർന്ന് ഇതിനേക്കാളും വിശാലമായ സൗകര്യങ്ങളോടുകൂടെ
നമ്മുടെ സ്ഥാപനത്തെ മാറ്റാൻ നമുക്ക് പറ്റണം. ഇതിലൊതുങ്ങി നിൽക്കേണ്ടതല്ല ഇടത്തനാട്ടിലെ ഈ സ്ഥാപനം. ഇതിൻ്റെ ഓരോ സ്ഥാപനങ്ങളും ഹിഫ്ള് ഒരു കോളേജായി വേറെ വരണം. അതേപോലെ തന്നെ അറബിക് കോളേജ് വേറൊരു ക്യാമ്പസായി ഉയർന്നു വരണം. അങ്ങനെ വിശാലമായ ഒരു ഭാവി നമുക്കുണ്ടാകുന്ന രൂപത്തിൽ ഇതിൻ്റെ ഓരോ വാർഷിക സമ്മേളനങ്ങളും പുതിയ പുതിയ വികസനങ്ങൾക്കും പുതിയ പുതിയ പുരോഗതികൾക്കും സാധ്യത നൽകുന്നതായി തീരട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അള്ളാഹു ഇതൊരു സൽക്കർമ്മമായി സ്വീകരിച്ച് ഇതിനെ വളരാനുള്ള തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ